ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1552 ദിവസമായ ഇന്ന് 2025 ആഗസ്റ്റ് മാസം 14 വ്യാഴാഴ്ച, 1200 ആണ്ട് കർക്കിടക മാസം 29 ഗുരുവചനങ്ങളിലൂടെ ഗൃഹസ്ഥാശ്രമ ധർമ്മ നിർവഹണത്തെ ഭംഗിയായി നിരൂപണം ചെയ്തതിന് ശേഷം ഇത് സുസാധ്യമെന്ന് വിശ്വാസം തോന്നിയാൽ ബുദ്ധിയുള്ളവൻ ഗൃഹസ്ഥാശ്രമത്തിനു വേണ്ടി പ്രയത്നിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ വചനവും മൗനവും എന്ന് വിവരിക്കുന്നതിൻ്റെ 34 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ജ്ഞാനവചസ്, ഗുരുവരുൾ, വചനം എന്നൊക്കെ പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ന്യായമായ ഈ ചോദ്യങ്ങൾക്ക് ആകാവുന്നിടത്തോളം വ്യക്തമായ ഒരു ഉത്തരം പറയുവാനുള്ള ശ്രമമാണ് ഇതുവരെ നടത്തിയത്. വാസ്തവത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയുക സാധ്യമല്ല. കാരണം നേരത്തെ വ്യക്തമാക്കിയതുപോലെ അതൊരു നിഗൂഢതയും ആശ്ചര്യ അനുഭവവുമാണ്. ഇക്കാര്യത്തിൽ അല്പമെങ്കിലും നമ്മെ സഹായിക്കുന്നത് വേദാന്തസമമായ മനനം മാത്രമാണ്. അത് ആ ആശ്ചര്യാനുഭവത്തെ സംശയരഹിതമാക്കി തീർക്കും. അതിൻ്റെ അഗാധതയെ വെളിപ്പെടുത്തും. അഗ്രാഹ്യവും അവോപദേശവുമായ പൊരുളിനെ ഇത്തരത്തിൽ കാണുന്നതിൽ ഒരു അന്ധവിശ്വാസവുമില്ല. അത് സുസ്പഷ്ടമായ ഒരാശ്ചര്യമാണ്. അതുകൊണ്ട് പരമമായ പൊരുളിൻ്റെ അതിശയനീയത സമാരാധ്യമായി മാത്രം നമുക്കനുഭവപ്പെടുന്നു. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.